നീയോ? നീ എത്തിയോ? ഫോളിഷായിട്ട് ബിഹേവ് ചെയ്യല്ലേ ശശി. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നീ ഇങ്ങനെ പിണങ്ങിയാലെങ്ങനാ? ദിവസം ഒരു പ്രാവശ്യം നടക്കുവാണെങ്കിൽ അത് ചെറിയ കാര്യം. ഇതൊരു 10 ദിവസം നടന്നാ സഹിക്കാനാവില്ല. ഇത് ജീവിതകാലം മൊത്തം നടന്നാ? നോക്ക് ശശി, എന്റെ സൈഡിൽ തെറ്റില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നീ തെറ്റിയതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ജീവിതമായ കുറച്ചൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അത് നീയും വിചാരിക്കണം, ഞാനും വിചാരിക്കണം. എനിക്കതിന്റെ ആവശ്യമില്ല ശിവ. എനിവേസ്, I took a decision and I don't want to be with you anymore. കൊള്ളാലോ, ഈ ഒരു വർഷം കൊണ്ട് നീ മൈൻഡ് റീഡിംഗ് ഒക്കെ പഠിച്ചെടുത്തല്ലേ? എന്റെ മനസ്സിലുള്ളത് എന്താണോ അത് തന്നെയാണ് നീ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിനക്ക് പോണെന്നാണെങ്കിൽ നീ പൊക്കോ. പക്ഷെ നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വരണമെങ്കിൽ നീ എന്റെ കൂടെയുള്ള ഫോട്ടോ ഒക്കെ അവിടെ വെച്ചു. നിന്നെ കുറിച്ച് ഓർക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഈ വീട് തന്നെ വിട്ടുപോകുന്നത്. അങ്ങനെയുള്ളപ്പോ ഞാൻ ഈ ഫോട്ടോയിൽ മാത്രം ഇരുന്നിട്ട് ഒരു കാര്യമില്ല. എന്റെ മനസ്സിലും ഇല്ല, എന്റെ ഫോണിലും ഇല്ല. നിന്നെക്കുറിച്ചുള്ള ഓരോ ഓർമ്മകളും എന്റെ കൂടെ ഉണ്ടാവില്ല. നിന്റെ നമ്പർ പോലും. ഐ ഹാവ് ഡെലീറ്റഡ് എവറിത്തിങ്. അതുപോലെ നീയും എല്ലാം ഡെലീറ്റ് ചെയ്തേക്ക്. ഡിലീറ്റ് ചെയ്യാം, ഞാൻ ആരാണെന്ന് കാണിച്ചതിന് ശേഷം. നോ, ഇപ്പൊ തന്നെ ചെയ്, ഇൻ ഫ്രണ്ട് ഓഫ് മീ. എന്താ, നിനക്കെന്നെ വിശ്വാസമില്ലേ? ഓ സോറി, വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ നീ ഇപ്പം എന്നെ വിട്ടിട്ട് പോവില്ലല്ലോ. എവിടാണോ ഞാൻ വെച്ചത്? കുടിച്ചപ്പോ എവിടാ ഫോൺ വെച്ചെന്ന് പോലും അറിയില്ലല്ലേ? വേഗം നോക്ക്, എനിക്ക് പോവാൻ സമയമായി. അത്രയ്ക്ക് അർജന്റ് ആണെങ്കിൽ നീ ഒന്ന് വിളിച്ചു നോക്ക്, ബെല്ലടിക്കുമല്ലോ. ഓ സോറി, എൻ്റെ നമ്പർ ഡിലീറ്റ് ചെയ്തല്ലേ? വേണമെങ്കിൽ പറയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഫോണിലുള്ളതൊക്കെ കളയാൻ വളരെ എളുപ്പമാണ്, പക്ഷെ മനസ്സിലുള്ളത് കഴിയില്ല. ഇറ്റ്സ് റിംഗിങ്. പക്ഷെ ഇവിടെ നിന്നും കേൾക്കുന്നില്ലല്ലോ. സൈലന്റിലാണോ? ഫോൺ എവിടെയാന്ന് വെച്ചെന്ന് പോലും അറിയാത്ത എന്നോടാണോ സൈലന്റിലാണോ ഫ്ലൈറ്റ് മോഡിലാണോ എന്ന് ചോദിക്കുന്നത്? വെറുതെ എന്നെ കൊണ്ട്. Someone cut the call. What? കട്ട് ചെയ്തെന്നോ? കോൾ അഗൈൻ. സ്പീക്കർ ഓൺ ചെയ്യ്. സ്വിച്ച് ഓഫ് ചെയ്തോ? ശശി, അത് പോട്ടെ. പുതിയൊരു ഫോൺ മേടിച്ച പ്രശ്നം തീർന്നില്ലേ? ബ്രേക്കിംഗ് ന്യൂസ്. കമിതാക്കളുടെ റൊമാൻറ്റിക് വീഡിയോ സോഷ്യൽ മീഡിയയിൽ കൂടി വൈറലായിരിക്കുകയാണ്. അവരുടെ ഈ അശ്ലീല വീഡിയോ എങ്ങനെ പുറത്തു വന്നു? ഇരുവരുടെയും സമ്മതത്തോടെയാണോ അതോ രണ്ടുപേർക്കുമിടയിലുള്ള അഭിപ്രായ വ്യത്യാസം കാരണമാണോ? ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. കമിതാക്കളുടെ റൊമാൻറ്റിക് വീഡിയോ സോഷ്യൽ മീഡിയയിൽ കൂടി വൈറലായിരിക്കുകയാണ്. അവരുടെ ഈ അശ്ലീല വീഡിയോ എങ്ങനെ പുറത്തു വന്നു? ഇരുവരുടെയും സമ്മതത്തോടെയാണോ അതോ രണ്ടുപേർക്കും 4 ചുമരിനുള്ളിൽ നടക്കുന്ന പേഴ്സണൽ സംഭവം. എന്നാൽ ഇപ്പോഴുള്ള ടെക്നോളജി മൂലം ആ രഹസ്യം പുറത്തേക്ക് വന്ന് തീയായി പടർന്നുകൊണ്ടിരിക്കുന്നു. ഇത് മറ്റു ചിലരുടെ ജീവിതം ഇല്ലാതാക്കുകയും ചില ആൾക്കാർ ഇത് ടൈം പാസ്സായി കാണുകയും ചെയ്യുന്നു. കാലത്തിനനുസരിച്ച് മാറണമെന്ന് ആഗ്രഹിക്കുന്നവർ തെറ്റായ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് അവർ ചിന്തിക്കുന്നതേയില്ല. ഇതുവരെ ആരും അറിയാതെ സീക്രട്ടായി റെക്കോർഡ് ചെയ്ത വീഡിയോ കൂടുതൽ വൈറലാകുമെന്നാണ് പ്രതീക്ഷ. അന്യോന്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഈ വീഡിയോ വൈറലാക്കിയത് എന്നുള്ള സംശയമാണ് ഇപ്പോൾ ജനങ്ങൾക്കുള്ളത്. കൊച്ചിയിലെ ഒരു പബ്ലിക് പാർക്കിൽ വെച്ചെടുത്ത റൊമാൻറ്റിക് വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. ആ മനോവിഷമം കാരണമാണ് യുവതി ആത്മഹത്യ ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. ആ കുട്ടിയുടെ മരണത്തിൽ ആരും സഹതപിക്കാതെ സോഷ്യൽ മീഡിയയിൽ കൂടി ആക്ഷേപിക്കുകയാണ്.
നീ ഇങ്ങനെ വിഷമിക്കില്ല ശശി. അത് നമ്മുടെ വീഡിയോ അല്ലല്ലോ. അത് ഒരുപക്ഷെ നമ്മുടെ വീഡിയോ ആയിരുന്നെങ്കിൽ. അയ്യോ, നീ വിചാരിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. നീ ധൈര്യമായിട്ടിരിക്കും. നീ ഇതെവിടെയായിരുന്നു? കോള് പോലും എടുത്തില്ലല്ലോ. അതെന്താ അത്രയ്ക്ക് മിസ് ചെയ്തോ നീ? 1/2 മണിക്കൂർ പോലും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അന്നേരം ഞാൻ നിന്റെ കൂടെ വന്നേനെ. നിന്റെ ബർത്ത്ഡേ അല്ലേ, അതുകൊണ്ടൊരു ചെറിയ സർപ്രൈസ്. സർപ്രൈസോ? എന്താ അത്? വാവ്, ഐഫോണോ? ഇതാണോ മോളെ നിന്റെ സർപ്രൈസ്? ഇതിൽ ഫസ്റ്റ് സെൽഫി നമ്മുടെ തന്നെയാ. സെൽഫിയിൽ എന്താ ഇപ്പൊ ഇത്ര സർപ്രൈസ്? ഇതിൽ നമ്മൾ കിസ് ചെയ്യുന്ന വീഡിയോ വരെ ഉണ്ട്. ഇനി എന്ത് സ്പെഷ്യലാ നിനക്ക് വേണ്ടത്? എന്ത് പറ്റി? കിസ് മാത്രമുള്ള സ്പെഷ്യൽ ആയിട്ട്? എടാ കള്ള. പ്ലീസ് ശശി, കൺട്രോൾ യുവർ സെൽഫ്. ഫോൺ നമുക്ക് കിട്ടും, എന്നെ വിശ്വസിക്കേ. നീ ഇങ്ങനെ കരയുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ആ വീഡിയോ എങ്ങനെ വൈറലായ ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? അപ്പോ നിനക്ക് മാത്രമുള്ള ജീവിതം, എനിക്കില്ലേ? നിനക്കെന്താ, ആണല്ലേ? കോളറും പൊക്കി നടക്കാലോ. പീപ്പിൾ വിൽ തിങ്ക് യുവർ ഹീറോ. ഞാനായിരിക്കും തെറ്റുകാരി. ഹീറോയോ? നീ എത്ര എളുപ്പത്തിലാ ഇതൊക്കെ പറയുന്നേ? അതെ, എനിക്ക് അമ്മ അച്ഛനൊന്നുമില്ലേ? എനിക്ക് ഫാമിലി ഇല്ലേ? ഓരോന്ന് കാട്ടിക്കൂട്ടി ആമ്പിള്ളേരെ പോലെ ആവാൻ നോക്കല്ലേ? സിഗരറ്റ് വലിക്കുന്നു, കള്ളു കുടിക്കുന്നു, ഇതേപോലെ സെൽഫി വീഡിയോ വരെ എടുക്കുന്നു. എന്നിട്ട് ഇതേപോലെയുള്ള സിറ്റുവേഷൻ ഉണ്ടാവുമ്പോൾ ഇങ്ങനെ വലിയ വായിലിരുന്ന് കരഞ്ഞിട്ട് ചോദിക്കുമ്പോൾ പറയും നിങ്ങൾ ആണുങ്ങളാ, ഞങ്ങൾ പെണ്ണുങ്ങളാ. കൊള്ളാം. അതെന്താ ഇതേപോലുള്ള സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമേ നിങ്ങൾ പെണ്ണുങ്ങളാണെന്നുള്ള ഓർമ്മ വരുന്നുള്ളൂ? യു നോ വൺ തിങ്, ഞാൻ നിന്നെ തൊടു മാത്രമല്ല ചെയ്തത്. ഞാൻ വല്ലാണ്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. Stop it, Shiva. സുജനെ, നീ വല്ലതും കഴിച്ചായിരുന്നോ? എന്താടോ അത്രയും ഫേമസ് ഡയലോഗ് ഇത്രയും വൃത്തികേടായിട്ട് നീ പറയുന്നോ? ആ ഡയലോഗിന് എത്ര ജീവനുണ്ട്, ഒരു ഫീൽ ഉണ്ട്. ഓക്കെ സർ, സോറി സർ, വൺ മോർ സർ. ആ ശരി പറ. സുജന, നീ ഭക്ഷണം കഴിച്ചോ? ആ ഫോണൊന്ന് ഓഫ് ചെയ്ത് വെച്ചേ. സർ, 1 മിനിറ്റ് സർ. ഈ ഫോൺ എടുത്തില്ല തലവേദനയാവും സർ. 1 മിനിറ്റ് സർ. എവിടുന്ന് കിട്ടിയടാ ഇവനെയൊക്കെ? ശിവ, നീ ഭക്ഷണം കഴിച്ചോ? കഴിച്ചടാ, വയറ് നിറയെ ഞാൻ കഴിച്ചു. എടാ പിന്നെ ഒരു കാര്യം, എനിക്കൊരു ചെറിയ ഹെൽപ്പ്. മാസം അവസാനാടാ, സത്യമായിട്ട് എന്റെ കയ്യിൽ പൈസ ഇല്ല. എടാ അതൊന്നും അല്ല. ഓ അതിനല്ലേ? അപ്പൊ നിനക്ക് ഞാൻ എന്ത് വേണം ചെയ്യടാ? ഇപ്പൊ എന്താ വേണ്ടത് പറ. എടാ എന്റെ ഫോൺ കളഞ്ഞു പോയടാ. കോൾ ചെയ്താലും സ്വിച്ച് ഓഫ് എന്നാ പറയുന്നത്. കണ്ടുപിടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോടാ? സ്വിച്ച് ഓഫ് ആയ ഫോൺ കണ്ടുപിടിക്കാൻ ഈ ലോകത്ത് ഭയങ്കര കഷ്ടാ. നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു മിനിറ്റ്. നിന്റെ ഫോൺ കിട്ടിക്കഴിഞ്ഞാ പിന്നെ നമ്മൾ രണ്ടുപേരും ചേർന്ന് ബാറിൽ പോയിട്ട് ഒരുമിച്ചിരുന്ന് അടിക്കാം. നീ എന്ത് പറയുന്നു? അല്ലെങ്കിൽ ഫുള്ളും അടിച്ച് നേരെ വീട്ടിലേക്ക് വാ, നമുക്ക് വീട്ടിൽ നിന്ന് അടിക്കാം.